ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അല്ലേ? 134 സങ്കീർത്തനമായ അതുകൊണ്ട് സ്തോത്രം 2 വാക്യങ്ങൾ. അല്ലയോ രാത്രി കാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായി യഹോവയുടെ സകല ദാസന്മാരെ ഉള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. വിശുദ്ധ മന്ദിരത്തെ കൈ ഉയർത്തി യഹോവയെ വാഴ്ത്തുവിൻ. ആകാശവും ഭൂമിയും ഉണ്ടാക്കി യഹോവ സിയോൻ നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങയുടെ കരങ്ങളിൽ അങ്ങയുടെ ആത്മാവിൽ എഴുതപ്പെട്ട വചനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അതിന് സംസാരിക്കാൻ ബലപ്രദം കേൾക്കുന്നവർക്കും അടിയങ്ങൾക്ക് ഒരുപോലെ അനുഗ്രഹമായി തരും. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന യേശുനാഥനെ സ്വതം. അല്ലയോ രാത്രി കാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്ന സകല ദാസന്മാരെ യഹോവയെ വാഴ്ത്തുവിൻ. വിശുദ്ധ മന്ദിരത്തിലേക്ക് കൈ ഉയർത്തി യഹോവയെ വാഴ്ത്തുവിൻ. ആകാശവും ഭൂമിയും ഉണ്ടാക്കി യഹോവ സിയോനിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്ര ഹല്ലേലൂയ. രാത്രി കാലങ്ങളിൽ എന്നാണ് ദൈവത്തിന്റെ പറയുന്നത്. നമ്മൾ ദൈവത്തിന്റെ സ്ഥാനം നിൽക്കുന്നവരെ, ദൈവത്തിന്റെ സ്ഥാനം നിന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ മീറ്റിംഗ് തുടങ്ങി തന്നെ രാജാക്കോ പാസ്റ്റർ ഞാൻ സംസാരിച്ചു. എല്ലാ കാര്യങ്ങൾക്കും ആൾക്കാരുണ്ട്, പ്രാർത്ഥിക്കാൻ മാത്രം ആളില്ലെന്ന്. സത്യമാ. എവിടെ നോക്കിയാലും പ്രാർത്ഥനയ്ക്ക് ആളെ കുറവാ. 1000 പേര് കൂടി സഭയാണ്. ഇന്ന് ഒരു പ്രാർത്ഥന, നാളെ പ്രാർത്ഥനയ്ക്കായിട്ട് വേർതിരിക്കുവാന്ന് പറഞ്ഞാൽ 50 പേര് വന്നാൽ ഭാഗ്യം എന്ന് പറയാം. സ്വന്തം അത്രയും കുറവാണ്. എല്ലാ കാലത്തും എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയാണ്. പ്രാർത്ഥനയ്ക്ക് കുറവ് ആൾക്കാർ. പ്രാർത്ഥനയാണുള്ള ഏറ്റവും കൂടുതൽ മടുപ്പുള്ള കാര്യം. സ്വത്രം. എന്നാൽ പ്രാർത്ഥിക്കുന്നവനെ ദൈവം അറിയും, പ്രസംഗിക്കുന്നവനെ ലോകം അറിയും എന്നാണ്. ദൈവവുമായിട്ട് ബന്ധമുള്ള പ്രാർത്ഥനയിൽ ഇരിക്കുന്നവൻ അവൻ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. അത്ഭുതങ്ങൾ നടക്കും, അടയാളം നടക്കും. പൗലോസൊക്കെ ഇറങ്ങിയെടുത്ത അത്ഭുതങ്ങളും യോഹന്നാനെ അതുപോലെ അപ്പസ്തലന്മാരൊക്കെ ഇറങ്ങിയത് അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെട്ട കാരണം അവർ പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിൽ ഉറ്റിരിക്കുന്നു. വചനത്തിന് മുമ്പ് ഉറ്റിരിക്കുന്ന, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവൻ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തിന്റെ അസാധാരണമായ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടും. പ്രാർത്ഥനയിലും വചനത്തിലും ഇരിക്കുന്നവന് ലോകവുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നും ഉണ്ടാകത്തില്ല. കാരണം മറ്റൊരു കാര്യത്തേക്ക് പോകാൻ സമയമില്ല. കാരണം ഏറ്റവും വലുത് ദൈവത്തിന്റെ വചനമാണ്. ആ വചനം ധ്യാനിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതായ സമയങ്ങൾ അവർക്ക് കൊടുക്കേണ്ട ആലോചന കൊടുക്കും. ആ ആലോചന പ്രകാരം വ്യക്തി എഴുന്നേൽക്കുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടും. സ്വതം. നമുക്ക് പഴയ നിയമത്തിലേക്ക് നോക്കിയാൽ ജോഷുവ മോശയ്ക്ക് ശേഷം ദൈവന്റെ മോശയ്ക്ക് ശേഷം ആ ജനത്തെ നയിച്ചത് യോശുവയായിരുന്നു. യോശുവയെ പറ്റി പറഞ്ഞാൽ നമുക്കറിയാം. കൂടാരം വിട്ടുപിരിയാന്ന കർത്താവിന്റെ ദാസനായ ജോഷുവ കൂടാരം വിട്ടുപിരിയാ നടന്നു. സ്തോത്ര ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, ഈ പർവ്വതമെങ്കിലും മൃഗമെങ്കിലും മനുഷ്യനെ തൊട്ടാൽ മരിക്കും എന്ന് പറഞ്ഞിട്ട് പോലും ആരെങ്കിലും തൊട്ടാൽ മരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ മോശ കയറിപ്പോയി, പുറകെ ജോഷുവയും കയറിപ്പോയി. എന്താ ജോഷുവ കയറിയിട്ട് ദൈവം ഒന്നും ചെയ്യാതിരുന്നത്? പർവ്വതമെങ്കിലും മൃഗമെങ്കിലും തൊട്ടാൽ മരിക്കുമെന്നാണ് നിയമം. കല്ലെറിഞ്ഞു കൊല്ലും, അല്ലെങ്കിൽ എറിഞ്ഞു കൊല്ലും. പക്ഷെ ജോഷുവയെ തൊട്ട് കാരണം എനിക്ക് മനുഷ്യരും വേണ്ടി കുഴപ്പമില്ല, പക്ഷെ എനിക്ക് എന്റെ ദൈവത്തെ വിട്ട് ദൈവസന്നിധി ജീവിക്കണമെന്ന്, ദൈവത്തോട് അത്ര സ്നേഹമുള്ള, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ് അവൻ കഴിയുമ്പം ദൈവം അവനെ അനുഗ്രഹിക്കുവാണ്. തീർന്നില്ല. ആ ജനറേഷൻ ജോഷുവയുടെ കാലം, മോശയുടെ കാലം കഴിഞ്ഞപ്പോൾ ജോഷുവയെ ദൈവം തെരഞ്ഞെടുക്കുവാനിടയായി തീർന്നു. നൂന്റെ മകൻ ജോഷുവ മോശയുടെ കൈക്ക് വെള്ളം ഒഴിച്ചവൻ പിന്നീട് ഇസ്രായേൽ ജനത്തെ നയിച്ചു. എന്താ? ദൈവത്തിന്റെ കൂടാരം വിട്ടുപിടിയാന്ന് പറഞ്ഞവൻ, ദൈവത്തിന് വേണ്ടി ദൈവത്തിന് നിന്നവൻ. ആ ദൈവം അവനെ മനുഷ്യനെ ഉപയോഗിച്ചു. ആ യോശുവ ഒരിക്കൽ യുദ്ധം ഉണ്ടായി. കായ്പട്ടണം എരികോ തകർത്തു. അത് കഴിഞ്ഞ് കായ്പട്ടണം തകർത്തു. അത് കഴിഞ്ഞ ശേഷം നമുക്കറിയാം സ്തോത്രം എന്റെ സ്തോത്രം ഹിബയോൻ മക്കള് ഇസ്രായേലിനോട് സഖ്യം ചെയ്തതായിരുന്നു. എന്നാൽ ഈ യോശുവ 2 രാജ്യങ്ങൾ തകർത്തു കഴിഞ്ഞപ്പം അടുത്ത അമ്മോനി രാജാക്കന്മാര് എല്ലാം കൂടെ തീരുമാനിച്ച് ഇവരാക്കണമെന്ന് ഓർത്ത് സ്തോത്രം ഹിബയോനിനെ തകർക്കാൻ വേണ്ടി പറഞ്ഞത്. അവർക്ക് യുദ്ധത്തിന് വന്നപ്പോൾ ഉടനെ യോശുവയുടെ കാളെ വിട്ടു. അവർ ഞങ്ങൾക്ക് യുദ്ധം വരുത്തി ഞങ്ങളെ സഹായിക്കണം. 5 രാജാക്കന്മാരാണ് യുദ്ധത്തിന് വന്നത്. യോശുവ അവർക്കെതിരെ യോശുവയും ഇസ്രായേൽ മക്കൾ യുദ്ധത്തിന് പോയി. നമുക്കറിയാം, യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ചു. എന്നാൽ ഇസ്രായേൽ മക്കൾ തോൽപ്പിച്ച് വാളിന് കൊന്നതിനേക്കാൾ കൂടുതൽ കർത്താവ് അവരുടെ മേൽ ഇടിമും കൽമഴ പെയ്ച്ചു പോന്നു. അതിനുശേഷം പറഞ്ഞ യോശുവ ദൈവസേനയെ കൈ ഉയർത്തി ദൈവത്തോട് സംസാരിച്ചു. സൂര്യനെയും ചന്ദ്രനെയും ആകാശമധ്യേ ഒരു ദിവസം നിർത്തുവാൻ ഒറ്റ പ്രാർത്ഥനയാണ് ദൈവത്തോട്. ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കും. ആ പ്രാർത്ഥന ദൈവം കേൾക്കാതെ പോകത്തില്ല. ആരൊക്കെയാണ് ദൈവമായിട്ട് ബന്ധമുള്ള, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവൻ, ദൈവത്തിന്റെ വചനത്തെ ഉറച്ചു നിൽക്കുന്നവൻ, ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിൽക്കുന്നവൻ, അവൻ കൈ ഉയർത്തുമ്പോൾ ദൈവത്തിന്റെ മഹത്വം എന്തെയും വെളിപ്പെടാനിടയായി തീരും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, സ്തോത്രം, പുരുഷന്മാരിപ്പോഴും വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കുവിൻ.
നമ്മുടെ വിശുദ്ധ ജീവിതം കൊണ്ട് ഈ വിശുദ്ധിയിൽ ജീവിക്കുന്നവൻ സ്വർഗത്തിലെ കൈ ഉയർത്തുമ്പോൾ കർത്താവിന്റെ മഹത്വം ആ കൈക്കകത്തിറങ്ങും. ആ കൈ നീട്ടുമ്പോൾ ചെങ്കടൽ വായിക്കപ്പെടും, പട്ടണങ്ങൾ ഈ സാധാരണ കോട്ട തകരും. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയും വേർപാടും ഉണ്ടെങ്കിൽ നാം കൈ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ഒരു വാക്ക് ദൈവത്തോട് സംസാരിക്കുമ്പോൾ അസാധാരണമായി ദൈവപ്രതി ആ കരത്തിലൂടെ വെളിപ്പെടും, ആ നാവിലൂടെ വെളിപ്പെടും, അവന്റെ നോട്ടത്തിലൂടെ വെളിപ്പെടും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എന്തിനും വിശുദ്ധി ഉണ്ടാകും. കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യമുള്ളൂ, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് നിങ്ങളും വിശുദ്ധനായിരിക്കും. ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്, ഞാൻ വിശുദ്ധനായിരിക്കും നിങ്ങളും വിശുദ്ധനായിരിക്കും. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ. വിശുദ്ധിയോടെ നിൽക്കുന്നവൻ ഒരു വാക്ക് കൽപ്പിക്കുമോ വിശുദ്ധനായ ദൈവത്തിന്റെ മഹത്വം അവന്റെ കരത്തിലൂടെ, അവന്റെ നാവിലൂടെ, അവന്റെ നോട്ടത്തിലൂടെ പുറപ്പെടുവാനായിട്ടും. അതുകൊണ്ട് ഇന്ന് രാത്രി എനിക്ക് ഈ വാദത്തോടെ പ്രബോധിപ്പിക്കുകയാണ്, ദൈവസ്ഥന് നിൽക്കുന്ന പ്രിയമുള്ള ദേവദാസന്മാരെ, ദാസ്യന്മാരെ, ദൈവത്തിന്റെ മക്കളെ, വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നമ്മൾ തയ്യാറാകണം. അശുദ്ധ ജീവിതം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ലോകത്തിന്റെ ഏത് കോണിൽ കൊണ്ടാലും സ്വന്തം നാട്ടിൽ വിശുദ്ധമായി ജീവിക്കുന്ന അനേകരെ കണ്ടിട്ടുണ്ട്, സ്വന്തം കുടുംബത്തിൽ ജീവിക്കുന്നുണ്ട്. പക്ഷേ മറ്റെവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവർ പലതിനും കൂട്ടു നിൽക്കുന്നവരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും നീ ദൈവത്താൽ തെരഞ്ഞെടുപ്പെട്ട ദൈവത്തിന്റെ പൈതാണെങ്കിൽ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കണം. ഒരു അശുദ്ധി നിന്റെ പാളത്തിൽ വരുന്നത്. എത്ര വലിയ കൂട്ടുകാരായാലും ആ കൂട്ടുകാർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സ്നേഹിതന്മാർക്ക് വേണ്ടി ഒന്നും ദൈവത്തിന്റെ വചനം വിട്ടുമാറരുത്. ദൈവത്തിന്റെ വചനത്തിൽ നിൽക്കുന്നവനെ ദൈവ കാലത്ത് മാതിരിക്കും. അവനാണ് ലോകത്തിൽ പ്രബലൻ, അവനാണ് ശക്തൻ. അവന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരമരുളും. അതാണ് നമ്മുടെ ദൈവം. സ്വന്തം നമുക്ക് വചനത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ വചനം വായിക്കുമ്പോൾ എല്ലാവരും ദൈവം ഉപയോഗിച്ചവരൊക്കെ അസാധാരണമായ പ്രാർത്ഥനാ വീരന്മാരായിരുന്നു. അവർക്ക് വചനവും ദൈവമായിരുന്നു അവർ ഏറ്റവും വലിയ, അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അവർ ദൈവത്തിന്റെ വചനം വായിക്കും, ആ വചനം അവർ വിശ്വസിക്കും, എന്നിട്ട് ദൈവസേനയിൽ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച് ചെയ്തിട്ട് അവർ കൽപ്പിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. അതിന് ഏറ്റവും വലിയ മാതൃക നമ്മുടെ കർത്താവാണ്. കർത്താവ് രാത്രി മുഴുവൻ പ്രാർത്ഥിക്കും, പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് കൽപ്പിക്കും, അത് നടക്കും. ദൈവമായിട്ട് സംസാരിച്ചിട്ട് വേണം ഏതൊരു ശുശ്രൂഷയ്ക്കും നമ്മൾ ഇറങ്ങുവാൻ. നെഹമ്യാവ് പറയുന്നു, സ്വർഗത്തിലെ ദൈവമായ കർത്താവ് കാര്യം സാധിപ്പിക്കും, അവിടെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. സ്വർഗത്തിലെ ദൈവമായിട്ടൊരു കാര്യമുള്ളവൻ, ദൈവത്തോട് സംസാരിക്കുന്നത്, ദൈവ ശബ്ദം കേൾക്കുന്നവൻ, അവൻ ഇറങ്ങുന്നിടത്ത് അസാധാരണമായ മഹത്വം വെളിപ്പെടാനായി തീരും. സ്വത്രം ഈ സമയത്ത് ഞാൻ ഒരു ചെറിയ സാക്ഷ്യം കൂടെ പറഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്നു. സ്വതം എന്റെ മോള്, രണ്ടാമത്തെ മോള്, പിന്നെ അവള് ഒരു എഞ്ചിനീയറാണ്, വീട്ടിൽ നിന്നാണ് ജോലി ചെയ്യുന്നത്. അവളുടെ ഫോണ് ചെറിയ തകരാറൊക്കെയായിട്ട് പുതിയൊരു ഫോൺ മേടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ ഇവിടുന്ന് കണ്ണൂരേക്ക് പോകണമെങ്കിൽ 1.5 മണിക്കൂർ യാത്ര ചെയ്യണം. അവിടെ പോയി അവള് പിന്നെ അതിന്റെ കമ്പനി പോയിട്ട് ഒരു മൊബൈൽ ഓർഡർ ചെയ്ത് മേടിച്ചു. 4 സിം ഒന്നും ഇട്ട് ചെക്ക് ചെയ്യാണ്ട് ഫോണൊക്കെ മേടിച്ചെങ്കിൽ പോകുന്നു. ഫോണ് വെള്ളത്തിൽ വീണാൻ നനയാത്ത രീതിയിലുള്ള സംവിധാനമാണ്. അത്ര നല്ല ഫോണാണ്. ഫോണൊക്കെ മേടിച്ചു 3-4 ജോലി തിരക്കാണ്ട് ഉപയോഗിച്ചില്ല. ഈ കഴിഞ്ഞ ദിവസം എന്റെ പാപ്പന്റെ മോന്റെ ഒത്തുകല്യാണം, കല്യാണം, അതിന് പോകണം. അപ്പൊ 11 മണിയാകുമ്പോൾ സഹോദരങ്ങളും എല്ലാവരും വണ്ടിയായിട്ട് അവരെല്ലാം പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു. ഞാൻ വൈകുന്നേരമാണ് പോകുന്നത്. അപ്പൊ അന്ന് കുറെ പണി ചെയ്ത് എനിക്ക് പോകാൻ. ഞാൻ പുലക്കാലം എഴുന്നേറ്റ് സൂം മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവള് രാത്രി 6 മണിക്ക് ജോലി തുടങ്ങിയാൽ വെളുപ്പിനെ 3 മണിക്കാണ് ജോലി തരുന്നത്. കിടക്കുമ്പോൾ എങ്ങനെയാലും ഒരു 5 മണിയൊക്കെയാവും. ഞാൻ നോക്കിയിരുന്നത് കരയും. ഞാൻ കഴിച്ചു, എന്താ നീ കരയുന്നേ? ഫോൺ ഇടാൻ പറ്റുന്നത് ഓപ്പൺ ആകുന്നു, എന്ത് ചെയ്തിട്ട് ഓപ്പൺ ആകുന്നിരുന്നു. അപ്പൊ ഞാൻ ഇച്ചിരി വഴക്കും, നീ ഇത് മേടിച്ചും ഓപ്പൺ ആക്കിയിട്ട് വേണ്ടേ പോരെ, 32,000 രൂപ കൊടുത്ത് മേടിച്ച ഫോണാ, നോക്കിയിട്ട് പോകണ്ടേ പോരെ മോൻ വഴക്കലം, അത് പറ്റിപ്പോയി, നീ പെന്നെ ഇത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു നേരം ഉണ്ടാക്കാം, അവരെ വിളിച്ച് ചോദിക്കാന്നൊക്കെ പറഞ്ഞു. നേരം വെളുത്ത് ഒരു 7 മണിയാകുമ്പോൾ ഞാൻ സൂം മീറ്റിംഗ് ഓടാനായിട്ട് പോയി. ഞാൻ ആശുപത്രി വെച്ചിട്ട് സൂം പോയി അവരെ വിളിച്ചു പറഞ്ഞു, അത് ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങളെ തന്നു വിടണ്ട, ഞങ്ങൾക്ക് തിരക്കൊണ്ട് സംഭവിച്ചു പോയി. ഏതെങ്കിലും ഒരു നല്ല മൊബൈൽ കടയെ കൊണ്ട് കൊടുത്ത് അത് അവരെ ഇവിടെ ഓപ്പൺ ആക്കാൻ പറഞ്ഞു നോക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ നേരെ ഇങ്ങോട്ട് കൊണ്ട് ശരിയാക്കി തരാം, ശരിക്കും പ്രൈസ് ചെയ്താലേ കിട്ടുള്ളൂ. ഞാനിവിടെ കയറി ഞാൻ എന്റെ ആരോഗ്യം എല്ലാം എടുത്തൊന്നും പ്രൈസ് ചെയ്താൽ പറ്റുന്നില്ല. ഞാൻ പിന്നെ പുതിയ ഫോണല്ലോ, എന്തെങ്കിലും ഞാൻ തിരിച്ചു കൊടുത്തിട്ട് പോയി. നേരം വെളുത്ത് കഴിഞ്ഞപ്പം ഞാൻ നോക്കുമ്പം എനിക്ക് ഉച്ചയ്ക്ക് കഴിഞ്ഞ് പോകാൻ ഞാൻ ഒത്തിരി ജോലി ചെയ്ത് തീർക്കാനുണ്ട്. അപ്പൊ ഞാൻ എനിക്ക് മോനെ പറഞ്ഞു വിടാന്ന് വെച്ചാൽ അവനെ ഉറക്കത്തിൽ അവനെ വിളിച്ച് ഏൽപ്പിച്ചു ശരിയാ, എനിക്ക് അവനെ ആരും മനസ്സ് വരുന്നില്ല. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ വരാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 3 പേരുടെ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ചു. ഞാൻ എനിക്ക് പെട്ടെന്ന് ദൈവസ്ഥാനത്ത് എന്റെ എനിക്ക് ഉള്ളിൽ അനുഭവിക്കാൻ കഴിഞ്ഞു. അപ്പൊ ഞാൻ കർത്താവോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ഞാൻ കണ്ണൂർ പോയിട്ട് പറഞ്ഞ ഈ 3 മണിക്കൂർ ഇന്ന് എനിക്ക് വേണ്ടി വരും. അത് എനിക്ക് ഒത്തിരി ജോലി ചെയ്ത് തീർക്കാനുണ്ട്, എന്നെ ഇതിൽ നിന്ന് പിടിക്കണം. ആ ഫോണ് ഞാൻ ഒരിക്കൽ കൂടി ആ ഫോണൊന്ന് ഞെക്കും, കർത്താവ് എനിക്ക് ഓപ്പൺ ആക്കി തരണം, എങ്ങനെ സഹായിക്കണം എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് ഞാൻ എഴുന്നേറ്റപ്പം, നമ്മളൊരു ദൈവപ്രവർത്തിക്ക് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ വിശ്വാസം എവിടെയും തടയാൻ ആളെ ഒരുക്കും. അടുത്ത വീട്ടിലുള്ള ആൾ തന്നെയോ ഇനി അത് കുത്തിപ്പൊട്ടിച്ചാൽ തകർക്കാൻ പോവാണെന്നൊക്കെ ചോദിക്കും. ഞാനൊന്നും വേണ്ടിയില്ല. സ്വന്തം ഞാൻ കയറി വന്നിട്ട് മോളോട് ആ ഫോണിങ് മേടിച്ച് പ്രാർത്ഥിച്ചേച്ച് ആ ഫോണ് അതിന്റെ പിന്നെ പിന്നിട്ടിട്ട് അമർന്ന് ഞെക്കി. പ്രിയമുള്ളവരെ, ദൈവം ആ സാധനം ഓപ്പണായി. സോദര ഹല്ലേലൂയ. വീണ്ടും മോൾ ഒന്നുകൂടെ അടച്ച് പറ്റുന്നത് വീണ്ടും തുറന്നു. അങ്ങനെ 2-3 പ്രാവശ്യം നോക്കുമ്പോൾ അവരെ വിളിച്ചു പറഞ്ഞു കൊണ്ടുവന്ന് മേട, എന്നിട്ട് അവൾ ഇവിടെ നിന്ന് കരണ്ടിക്കാൻ ഞാൻ വരുമ്പോൾ ഉറങ്ങിയിട്ടുമില്ല. ഫോണ് ഇത്രയും പൈസ കൊടുത്തു, ഇനി ഇതെന്താവും, പിള്ളേരല്ലേ, അവർക്ക് ഇതൊന്നും പറഞ്ഞാലും മനസ്സിലാകും, നമ്മളൊക്കെയുള്ള ഉറപ്പൊന്നുമില്ലോ. ഞാൻ ആശുപത്രിയിലൊന്നും ആശ്വാസം. പിന്നെ പ്രാർത്ഥന കഴിഞ്ഞ് ഈ കാര്യം ചെയ്തപ്പം കാര്യം ദൈവം പ്രവർത്തിച്ച് തിരിച്ചു കൊടുക്കാണ്ടി ഞാൻ പറഞ്ഞു വന്നത്, ഞാനൊന്ന് പോവാണ്, എനിക്ക് 3 മണിക്കൂർ പോകും.
ഒരു 300 രൂപ വട്ടിക്കൂലി മുടക്കിയാലേ എണ്ണ അടിച്ച് പോയാലേ അവിടെ എത്തുള്ളൂ. 3 മണിക്കൂർ കൊണ്ട് എനിക്ക് ഇവിടെ നിന്നാൽ ഒരു 1000 രൂപ മുകളിൽ പണിയെടുക്കാൻ പറ്റും. രാവിലെ കണക്കൂട്ടുമ്പോൾ ഒരു 1500 രൂപ നഷ്ടം. എന്റെ 1500 രൂപ പോയില്ല. ഒറ്റ പ്രാർത്ഥനയാണ് അപ്പായോട്. അപ്പ പ്രാർത്ഥന കേട്ടു. ചിലപ്പോ പക്ഷെ എന്റെ 3 മണിക്കൂർ സമയം എനിക്ക് ലാഭമാക്കി തന്നെ എന്റെ കർത്താവിന്റെ പ്രാർത്ഥനയ്ക്ക്. കാരണം പ്രതിഫലം വന്നപ്പോൾ ഒന്നും വേണ്ടിയില്ല, സംസാരിച്ച് എഴുത്തോടാ അപ്പ നമ്മുടെ ആവശ്യ സമയത്ത് പ്രവർത്തിക്കുന്നതാണ്. തക്ക സമയത്ത് ഞാൻ പ്രവർത്തിക്കുന്ന കർത്താവ് പറഞ്ഞിങ്ങനെ. ആ ദൈവത്തിനകത്തം ഈ ശനിയാഴ്ച ഞാൻ കാണാൻ കഴിയും. എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് ദൈവം ചെയ്ത ചെറിയ ഒരു നന്മയായാലും ശരി, അത് ഞാൻ പറയാതിരിക്കില്ല. കാരണം സ്വന്തം ഈ 17 വർഷമായി വിളിച്ചു പേർന്ന് ഇന്നുവരെ ഒത്തിരി കഷ്ടങ്ങൾ പ്രയാസം പ്രശ്നം നടത്തിയപ്പോൾ അവിടെയൊക്കെ ഇറങ്ങി വന്നെ നിർത്തിയത് ലോകത്തിന്റെ ശക്തിയോ ലോകത്തിന്റെ ഒന്നും ഒരു കഴിവല്ല, എന്റെ ദൈവത്തിന്റെ കൃപയൊന്നും മാത്രമാണ്. ഞാൻ എപ്പോഴും അപ്പാ എന്നൊരു വാക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ മകത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് എഴുതിയിട്ടുള്ളൂ. അത് എന്റെ കഴിവല്ല, യോഗ്യതയില്ല. അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് ഈ സന്ധികൾ നാം ദൈവത്തിന്റെ സ്ഥലം നിൽക്കുന്നവരാണോ, ദൈവത്തിന്റെ വചനം ധ്യാനിക്കുന്നവരാണോ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണോ? നിന്റെ ഒരു ആവശ്യം മൂത്ത് നിന്നെ വിട്ട് കൈവിട്ട് കളയുന്നതാണ് അല്ല എന്റെ ദൈവം. തക്ക സമയത്ത് വഴിയും വാതിലും തുറന്ന് നമ്മളെ മാനിക്കുന്നതാണ്. അത് സാമ്പത്തികമായിക്കോട്ടെ, ഭൗതികമായ ആത്മീയമായിക്കോട്ടെ, ഏതു മേഖലയിലും ദൈവം പ്രവർത്തിക്കും. ഒരു ആത്മീയ കാര്യത്തിന് വേണ്ടി ഇറങ്ങാനായിട്ട് പണമില്ലെങ്കിൽ സ്വന്തം ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവം, ആത്മീയ കാര്യത്തിന് വേണ്ടി ഇറങ്ങാൻ പണമില്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തായിരിക്കും എനിക്ക് ജോലി അന്നേരം കയറി വരുന്നത്. സ്വതം ആ കാര്യം ദൈവം നടത്തി തന്നിട്ടുണ്ട്. സ്വതം എനിക്ക് എനിക്ക് ദൂത് പറയാൻ ഇത്രയേ ഉള്ളൂ. എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ലോകത്തിന് വേണ്ടി ജീവിക്കാനല്ല, കർത്താവിന്റെ വിലയാനും കർത്താവിനെ മഹത്വപ്പെടണം. കർത്താവിന്റെ വേലയിൽ കർത്താവിനെ മഹത്വപ്പെടുത്താൻ ഒരുവൻ ഇറങ്ങണമെങ്കിൽ നിന്റെ ആത്മീയ ഭൗതിക പഠനം കർത്താവ് പാലിക്കും. ലോകത്തിൽ ഒരു മനുഷ്യരോടും കൈനീട്ടേണ്ടി വരത്തില്ല. സകലത്തിനും ദൈവം മതിയായന. അല്പം കൊണ്ടും അധികം കൊണ്ട് ചെയ്യാൻ എന്റെ കർത്താവിന് കഴിയും. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തെ അറിയിക്കുക. എന്റെ ദൈവമോ നിന്റെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തന്നെ താഴത്തോട് ഓർത്തോണക്ക് സുരക്ഷിതമായി തരും. നമുക്ക് കർത്താവിന് പലതും വിശ്വാസമില്ല, പലപ്പോഴും കർത്താവിൽ നമ്മൾ ആശ്രയിക്കുന്നില്ല. നമ്മൾ സ്വന്തം ബുദ്ധിയും വിവേകത്തിൽ ഊന്നുകൊണ്ട് നമ്മൾ ലോകത്തിൽ പലപ്പോഴും തോറ്റു പോകാറുണ്ട്. എന്നാൽ യഥാർത്ഥമായി ദൈവശബ്ദം കേട്ട് ദൈവത്തിന്റെ വഴി നടന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ലോകത്തിൽ തോറ്റു പോകത്തില്ല. ഞാൻ എവിടെയും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി ചിലപ്പം കൈനീട്ടേണ്ടി വരും. ഒരു ദൈവ വൈദ്യൽ ദൈവത്തെ സേവിക്കുന്നതിന് യഥാർത്ഥമായി നീ സേവിച്ചാൽ ഒരു മനുഷ്യന് മുമ്പിൽ നിന്റെ കൈ നീട്ടാൻ ഇടവരത്തില്ല. നീ കൈ സ്വർഗത്തിലേക്ക് നീട്ടാൽ മതി. നിനക്ക് ആവശ്യമായത് ദൈവം ഇറക്കി തരും. സ്വന്തം നൂലെ കെട്ടി ഇറക്കി തരണമെങ്കിൽ എന്റെ ദൈവം അങ്ങനെ ചെയ്യും. എങ്ങനെയും ദൈവം പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുക. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കേണ്ട ഒറ്റ കർത്താവ് അങ്ങനെയുള്ള ആശ്രയം എന്റെ ജീവിതം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. വിശുദ്ധി വിട്ട് ജീവിക്കാൻ അശുദ്ധിയിലേക്ക് ജീവിക്കാൻ എനിക്ക് ഇടയാകരുത്. നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം നമ്മൾ കേൾക്കും. പ്രിയങ്ങളെ, നമ്മൾ ദീർഘമണിക്കൂർ പ്രാർത്ഥിക്കുന്നത് ഒന്നുമല്ല, നമ്മൾ ദൈവമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ ബന്ധമുള്ളവൻ പ്രാർത്ഥിക്കും, പലരും ധ്യാനിക്കും, ദൈവത്തിന്റെ വഴി നടക്കും. അവനെ ഒരു ശക്തിയും തകർക്കത്തില്ല. സ്വത്രം. അല്ലയോ രാത്രി കാലങ്ങളിൽ യഹോവയുടെ ആലയത്തേക്ക് യഹോവയുടെ സകലദാസന്മാരെ യഹോവയെ വാഴ്ത്തും. വിശുദ്ധ മന്ദിരത്തെ കൈവത്തി യഹോവയെ വാഴ്ത്തും. ആകാശ ഭൂമി ഉണ്ടാക്കി യഹോവ സീയോനിൽ സീയോനിൽ നിന്ന് എന്നെ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. സ്വർഗ്ഗം സിംഹാസനം, ഭൂമി അവിടുത്തെ പാദപീഠമാണെങ്കിൽ അപ്പന്റെ പാദത്തിൽ നിന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന അപ്പായി എന്ന് വിളിക്കുന്ന മക്കളെ ഒരിക്കലും എന്റെ ദൈവം കൈവിടത്തില്ല. സ്വന്തം അപ്പനും അമ്മയും കൈവിടാം, സുഹൃത്തുക്കൾ കൈവിടാം, സഭയിലെ ചില നമ്മുടെ കൂട്ടുദാസന്മാർ, നമ്മുടെ പാസ്റ്റർമാർ ഒക്കെ അവർക്കെല്ലാം ഒരു പരിധിയുണ്ട്. എന്നാൽ ഒരു പരിധിയില്ലാതെ എന്നെ നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ടെന്നുള്ള കാര്യം ഇന്ന് രാത്രി മറക്കരുത്. അതുകൊണ്ട് ആവശ്യ നേരത്തെ സ്വർഗത്തിലേക്ക് നോക്കി കൈ ഉയർത്തണം. സ്വതന്ത്ര ഹാലേലിയ. സ്വർഗത്തിലേക്ക് നോക്കുന്നവനെ ദൈവം കൈവിടില്ല. രാജാതി രാജാവും കർത്താതി കർത്താവുമായ നമ്മുടെ ദൈവം സ്വർഗത്തിലാണുള്ളത്. അവൻ സ്വർഗത്തിലേക്ക് നോക്കി ഒരു നിമിഷം ഒന്ന് കണ്ണീരോടെ വാർത്താൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. എന്റെ ജീവിതത്തിൽ പലപ്പോഴും പ്രതിസന്ധി വന്നപ്പോൾ ഞാൻ മുകളിലോട്ട് പോയിട്ട് ഒന്ന് സംസാരിച്ചിട്ട് ചില സമയത്ത് കണ്ണ് ചിലപ്പോൾ മുകളിലോട്ട് പപ്പ എന്ന് വിളിക്കുമ്പോൾ രണ്ടു കൂടി കണ്ണുനീരായിരിക്കും വീഴുന്നത്. അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഇന്ന് രാത്രി ഞാൻ എന്റെ പ്രബോധനം നിർത്തുവാണ്. എന്റെ എനിക്ക് തന്ന സമയം കഴിഞ്ഞു പോയി. എന്നെ സാക്ഷ്യം കൂടെ പറഞ്ഞതുകൊണ്ട് സാക്ഷ്യത്തിന്റെയും കൂടെ ദിവസമാണല്ലോ. അതുകൊണ്ട് 2 മിനിറ്റ് കൂടുതൽ ക്ഷമിക്കുക. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ദൈവദാസന്റെ ധാരാളം